ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 10 ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ആദ്യത്തെ വാർത്തയിലേക്ക് വരാം. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഡിപ്ലോമാറ്റിക് നീക്കം പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം കരീബാബാദി പറഞ്ഞത് പ്രകാരം ചൈന, റഷ്യ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇറാനുമായി സീസ് ഫയർ ചർച്ചകൾ നടത്താൻ ബന്ധപ്പെടുന്നുണ്ട്. എന്നാൽ ഇറാൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യം ഇതാണ്: ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം, അതിനുശേഷം മാത്രമേ യുദ്ധവിരാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇറാൻ തയ്യാറെടുക്കൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അവർ പറയുന്നുണ്ട്. ഇത് ഒന്നാമത്തെ വാർത്തയായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് കാണാൻ കഴിയുന്നത്, ലോകത്തെ എണ്ണ വിപണിയെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വലിയ പ്രസ്താവന ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും വന്നിരുന്നു. ഇറാനുമായി നടത്തുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് വഴി പോകുന്ന എണ്ണ ടാങ്കറുകൾക്ക് അമേരിക്കൻ നാവികസേനയുടെ സുരക്ഷ നൽകാൻ സാധ്യതയുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി. ഈ ഒരു വാർത്ത ക്രൂഡ് ഓയിലിൽ വലിയ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇന്നലെ രാവിലെ $110 ഉണ്ടായിരുന്ന ബ്രണ്ട് WTI ഫ്യൂച്ചേഴ്സ് പിന്നീട് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 5% ഇടിവിലാണ്. $86 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രകാരം അമേരിക്കയും ഇസ്രായേലും ഇറാനുമെതിരെയുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് അദ്ദേഹം സൂചന നൽകി. ഇത് US മാർക്കറ്റ് അവസാന മണിക്കൂറിൽ നല്ലൊരു നേട്ടമുണ്ടാക്കാനും കാരണമായി. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് 0.5% നേട്ടത്തിലും, S&P 500 0.83% നേട്ടത്തിലും, നാസ്ഡാക്ക് 1.38% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഫെബ്രുവരി 28 ഇറാനെതിരെ വലിയ സൈനിക ആക്രമണം ആരംഭിച്ചു. ഈ ആക്രമണങ്ങൾ ഇറാനെതിരെയുള്ള നിരവധി സൈനിക കേന്ദ്രങ്ങളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ആദ്യ ആക്രമണത്തിൽ തന്നെ ഇറാനിലെ സുപ്രീം ലീഡർ അയാത്തുള്ള അലി ഖമാനി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇതോടെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമായി. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേലിനെയും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യമാക്കി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. ഇതോടുകൂടി ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, UAE പോലുള്ള രാജ്യങ്ങളിലെ US ബേസുകൾക്കും ഭീഷണി ഉയരുകയും ചെയ്തു. ഇപ്പോൾ നടന്ന ഇറാനുമായുള്ള സംഘർഷത്തിന്റെ നാൾവഴികളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം വിപ്രോ 0.43% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇൻഫോസിസ് 0.07% ഇടിവിലും, HDFC ബാങ്ക് 0.85% നേട്ടത്തിലും, ICICI ബാങ്ക് 0.66% ഇടിവിലും, ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക് ഇന്നലെ യൂറോപ്യൻ വിപണികൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിൽ തന്നെയാണ്. പക്ഷേ US ഫ്യൂച്ചേഴ്സ് ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഇറാൻ സീസ് ഫയർ ചർച്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള വാർത്തയും, കൂടാതെ ഹാർമൂസ് കടലിടുക്ക് വഴി ടാങ്കറുകൾക്ക് US നേവി സുരക്ഷ നൽകും എന്നുള്ള രണ്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കാരണം ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ പോസിറ്റീവിൽ തന്നെയാണ്. അതിൽ തന്നെ കൂടുതൽ നേട്ടത്തിൽ നിൽക്കുന്നത് കൊറിയൻ മാർക്കറ്റ് കോസ്പിയാണ്. 6% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 3% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,412.50 എന്ന നിലയിൽ 397 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് 270 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇന്ന് നമുക്ക് സാധ്യത കാണുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് യുദ്ധം അവസാനിക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇതാ സീസ് ഫയർ ടോക്സ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇറാനെതിരായിട്ടുള്ള യുദ്ധം അവസാനിക്കുമോ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഓരോ പ്രിയ സുഹൃത്തുക്കളും നമ്മുടെ ഈ ഇന്നത്തെ ചോദ്യത്തിന് കമൻ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വാർത്തയുള്ളത്, മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശക്തമായതിനെ തുടർന്ന് ഖത്തർ എനർജി ഒരു പ്രധാന LNG ഉൽപ്പാദന പ്ലാന്റ് ഉൽപ്പാദനം നിർത്തിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഗ്യാസ് മേഖലയിലെ കമ്പനികൾ ഇന്നലെ നല്ല ഇടിവാണ് ഉണ്ടാക്കിയത്. പെട്രോനെറ്റ് LNG, ഗെയിൽ ഇന്ത്യ, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനെറ്റ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾ 8% വരെയുള്ള ഒരു ഇടിവ് ഇന്നലെ ഉണ്ടാക്കി. ഇന്ത്യയിലെ ഗ്യാസ് കമ്പനികളുടെ ഓഹരികൾ കുത്തനെയുള്ള ഒരു ഇടിവ് ഉണ്ടാക്കാനുള്ള കാരണം സപ്ലൈ റിസ്ക് തന്നെയാണ്. ഖത്തർ ലോകത്തിലെ വലിയ LNG എക്സ്പോർട്ടർമാരിൽ ഒന്നാണ്. അവരുടെ പ്രൊഡക്ഷൻ നിർത്തിക്കഴിഞ്ഞാൽ അത് ഗ്ലോബൽ സപ്ലൈ കുറയ്ക്കുമെന്നുള്ള ആശങ്ക ഉയരുകയാണ് ഉണ്ടാവുന്നത്. ഇതുകൊണ്ടാണ് ഇന്നലെ ഇന്ത്യൻ ഗ്യാസ് കമ്പനികൾ ഇടിയാനുള്ള കാരണമായത്. മറ്റൊരു വാർത്തയിലേക്ക്,
2 LPG കണക്ഷൻ ഉള്ളവർ ശ്രദ്ധിക്കുക, അവർക്കായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണം വന്നിട്ടുണ്ട്. 2 LPG കണക്ഷൻ ഉള്ള വീടുകൾക്ക് ഇനി മുതൽ 2 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിൽ 25 ദിവസത്തെ ഗ്യാപ്പ് നിർബന്ധമാണ്. മുമ്പ് ഇങ്ങനെ ഒരു സമയപരിധി ഉണ്ടായിരുന്നില്ല. ഒരു സിലിണ്ടർ കിട്ടിയ അടുത്ത ദിവസം തന്നെ മറ്റൊന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇന്ത്യയിൽ മൊത്തം 33.33 കോടി LPG കണക്ഷനുകളുണ്ട്. ഏകദേശം 10 കോടി വീടുകൾക്ക് ഡബിൾ കണക്ഷനുകൾ ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നു. ഒരു LPG കണക്ഷൻ മാത്രമുള്ള വീടുകൾക്ക് ഈ 25 ദിവസത്തെ നിയമം ബാധകമല്ല. ഡൊമസ്റ്റിക് LPG സിലിണ്ടറിന് കഴിഞ്ഞ ശനിയാഴ്ച 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി മാർച്ച് 12-ാം തീയതിയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വരാനിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ വിലവർധനവും കൂടാതെ യുദ്ധവുമൊക്കെ എത്തരത്തിലാണ് നമ്മുടെ പണപ്പെരുപ്പം ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആയും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം F&O സെഗ്മെന്റിലേക്ക് 6 പുതിയ സ്റ്റോക്കുകൾ വരുന്നു. ഏപ്രിൽ 1 മുതൽ അദാനി പവർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ, മോത്തിലാൽ ഓഷ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, വിശാൽ മെഗാമാർട്ട് തുടങ്ങിയ 6 സ്റ്റോക്കുകളാണ് F&O സെഗ്മെന്റിൽ ഉൾപ്പെടുത്താൻ NSE തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മിൻറ്റ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സബ്സിഡറിയായ സ്പാർക്ക് മിൻറ്റ ഗ്രീൻ മൊബിലിറ്റി സിസ്റ്റംസ് UK ആസ്ഥാനമായ ടേൺ ടൈഡ് ഡ്രൈവ്സുമായി ജോയിന്റ് വെഞ്ചർ കരാർ ഒപ്പുവെച്ചു. അടുത്തത് സോളക്സ് എനർജി എന്ന കമ്പനിയാണ്. കമ്പനിയുടെ സൂരത്തിലെ ടാഡ്കേശ്വാർ ഫെസിലിറ്റിക്ക് MNRE പുറത്തിറക്കിയ ALMM ലിസ്റ്റിൽ കപ്പാസിറ്റി അഡീഷൻ അംഗീകാരം ലഭിച്ചു. അടുത്ത ഹിന്ദുജ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ബ്രോഡ്ബാൻഡ് ഡിവിഷനായ ONE-OTT എന്റർടൈൻമെന്റ് ഉത്തർപ്രദേശ് ഗവൺമെന്റുമായി MOU ഒപ്പുവെച്ചു. പ്രൊജക്ട് ഗംഗ എന്ന വലിയ ഡിജിറ്റൽ ഇൻക്ലൂഷൻ പ്രൊജക്ട് നടപ്പിലാക്കാനാണ് പദ്ധതി. അടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ബോർഡ് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. 5000 കോടി രൂപ വരെയുള്ള ഫണ്ട് റൈസ്, 234 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് സബ്സ്റ്റേഷനുകൾക്കായി സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ സ്ഥാപിക്കൽ, സെൻട്രൽ ട്രാൻസ്മിഷൻ യൂട്ടിലിറ്റി ഓഫ് ഇന്ത്യ മുഴുവൻ സ്റ്റേക്ക് ഡൈവസ്റ്റ് ചെയ്യാനുള്ള ഇൻ പ്രിൻസിപ്പൾ അപ്രൂവൽ. അടുത്തത് ഡിക്സോൺ ടെക്നോളജീസ് എന്ന കമ്പനിയാണ്. HKC ഓവർസീസ് എന്ന കമ്പനി ഡിക്സോൺ ഡിസ്പ്ലേ ടെക്നോളജീസിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സർക്കാർ അംഗീകാരം നൽകി. ജോയിന്റ് വെഞ്ചറായ ഈ പദ്ധതി ഡിക്സോൺ 74%, HKC ഓവർസീസ് 26% ഷെയർ ഹോൾഡിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത ബജാജ് ഫിൻസർവ് എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ഇൻഷുറൻസ് ബിസിനസ്സിൽ ഫെബ്രുവരിയിൽ നല്ല പ്രീമിയം കളക്ഷൻ റിപ്പോർട്ട് ചെയ്തു. ബജാജ് അലയൻസ് ജനറൽ ഇൻഷുറൻസ് 1094 കോടി രൂപ പ്രീമിയവും, ബജാജ് അലയൻസ് ലൈഫ് ഇൻഷുറൻസിൽ 1281 കോടി രൂപയുടെ ടോട്ടൽ പ്രീമിയവുമാണ് കളക്ട് ചെയ്തത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സെയിൽ, സമ്മൻ ക്യാപിറ്റൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 6346 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 9014 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 24,028-ൽ 422 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മുടെ നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചുള്ള എഡ്യൂക്കേഷണൽ വ്യൂ ഇന്നലെ ഷെയർ ചെയ്തിരുന്നതാണ്. കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞ ആ ഒരു സോണിൽ നിന്നുമാണ് ഒരു റിവേഴ്സൽ ലഭിച്ചിരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു സോണിന് താഴെയായിട്ടായിരിക്കാം ഒരുപക്ഷെ ഓപ്പണിംഗ് വരുന്നതെന്ന്. പക്ഷേ അവിടെ നിന്നും നല്ലൊരു റിവേഴ്സൽ വന്നു. കൂടാതെ സോണിന് മുകളിലായിട്ടാണ് ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇന്നലത്തെ ലോ ആയിട്ടുള്ളത് 23,698 ആണ്. ആ ഒരു ലോ ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഒരു ഡൗൺഫോൾ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കണം. അപ്സൈഡിൽ ഈ 3 ടച്ച് പോയിന്റുകൾ വന്നിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടാതെ അപ്സൈഡിലെ ഈ ഒരു സോണും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500ഉമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 56,020-ൽ 1,763 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അഥവാ 3% ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നമ്മൾ കണ്ട ആ ഒരു ക്യാൻഡിൽ
ഡൗൺ സൈഡിൽ നിന്നും നല്ലൊരു ബൈയിങ് പ്രഷർ വന്നിട്ടുള്ള ഒരു ക്യാൻഡിലായിരുന്നു. 56,019 ഒരു പ്രധാനപ്പെട്ട ലെവലാണ് എന്ന് പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ ആ ലെവലിന് തൊട്ട് മുകളിലായിട്ടാണ് ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ബേസിസിൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നല്ല ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റിനുള്ള സാധ്യതകളുണ്ട്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,500ഉം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 56,500ഉമാണ്. ഇനി ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ ട്രേഡിംഗ് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ ഈ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.